ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ഉള്ള സ്ഥിതിക്ക് അത് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. ചമ്മന്തിയിലെ പുതിന സ്ഥിരമാകുമ്പോൾ ഒരു മടുപ്പ് തോന്നും, സാമ്പാറിനൊരു മധുരവും. ഇഡ്ഡലി ഉഴുന്നോടെ കൊള്ളായിരുന്നു. യാത്രകൾ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം എത്തുന്നതുവരെ ചിലരൊക്കെ വണ്ടിയിരുന്ന് ഉറങ്ങുന്നതാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ണുകൾ തുറന്നു പിടിച്ച് തന്നെ ഇരിക്കണം. പ്രത്യേകിച്ച് കൊടക് പോലുള്ള സ്ഥലങ്ങളിൽ എവിടെ നോക്കിയാലും ആ പച്ചപ്പും മഞ്ഞും എല്ലാം കൊണ്ട് വളരെ വളരെ സുന്ദരമാണ്. ഒരിക്കൽ പോയാൽ വീണ്ടും നമ്മളെ മാടി വിളിക്കുന്ന ഒരു സ്ഥലമായാണ് കൊടക് നമുക്ക് തോന്നിയത്. ആ സമയത്ത് ആകർഷിച്ച വേറൊരു ഘടകം, പോകുന്ന വഴികളിലൊന്നും തിരക്കെന്ന് പറയാനൊന്നുമില്ല. വണ്ടികൾ ആളുകളെല്ലാം വളരെ കുറവ്, ശാന്തസുന്ദരമായ വഴികളാണ് കൂടുതൽ. വഴിയിലെ മാലിന്യങ്ങളും വളരെ കുറവ്. അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ്, ചില സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ആ യാത്രയിൽ നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന സ്ഥലം മാത്രമല്ല, പോകുന്ന വഴികളും വളരെ സുന്ദരമായിരിക്കും. ആ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് മാത്രമാണ് ഈ അഭിപ്രായം ബാധകം. നമ്മൾ പോകുന്നത് മല്ലള്ളി വെള്ളച്ചാട്ടത്തിലോട്ടാണ്. കൊടകിലെ മനോഹരമായ വെള്ളച്ചാട്ടങ്ങളൊന്നാണ് സോമവാർപേട്ടയിലെ മല്ലള്ളി. പുഷ്പഗിരി കുന്നുകളിൽ നിന്ന് കുമാരധാര നദി 200 അടി ഉയരത്തിൽ നിന്നാണ് പതിക്കുന്നത്. കൊടകിലെ ഏറ്റവും മനോഹരവും ഉയരം കൂടിയതുമായ വെള്ളച്ചാട്ടം കൂടിയാണ് മല്ലള്ളി. കർണാടകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ പുഷ്പഗിരി കുന്നിന് അഥവാ കുമാരപർവ്വതത്തിന് വളരെ അടുത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഈ വെള്ളച്ചാട്ടത്തിന്റെ പ്രധാന ഉത്ഭവം കുമാരധാര എന്ന നദിയാണ്. കുക്കെ സുബ്രഹ്മണ്യത്തിലേക്ക് ഒഴുകി ഉപ്പനങ്ങാടിയിൽ വെച്ച് നേത്രാവതി നദിയുമായി കൂടിച്ചേർന്ന് മംഗലാപുരത്ത് അറബിക്കടലിൽ ലയിച്ചേരും. കാറ് പാർക്ക് ചെയ്യുന്നതിന് ഒരു 60 രൂപ വാങ്ങിയെന്നല്ലാതെ വേറെ എൻട്രൻസ് ഫീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മഞ്ഞ് നിറഞ്ഞത് കാരണം മുകളിൽ നിന്ന് വെള്ളത്തിന്റെ എരമ്പലല്ലാതെ വെള്ളച്ചാട്ടം ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. കുറേ സ്റ്റെപ്പുകളുണ്ട്. ഇടയ്ക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ഏകദേശം ഒരു 40 മിനിറ്റ് എടുത്തു നടന്നങ്ങ് താഴെ ചെല്ലുന്നു. ഏകദേശം 700 സ്റ്റെപ്പുകളുണ്ടെന്നാണ് പറയുന്നത്. ചില വളവുകൾ എത്തുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കുറഞ്ഞു വരും. അത് കഴിയുമ്പോൾ ഹുങ്കാര ശബ്ദം വീണ്ടും കാതുകളിൽ ഇരച്ചെത്തും. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഒന്നും മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ശരിക്കും സംഭവം എന്ന് പിടിയുമില്ലായിരുന്നു. ഇത് വീഡിയോയിലൊന്നും ഇത് നേരിട്ട് കാണുന്നതിൻ്റെ സീൻ കിട്ടുന്നു. മഞ്ഞായത് കാരണം ദൂരെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഇറങ്ങി ഓരോ വളവും തിരിഞ്ഞങ്ങ് മുന്നിലെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇത്രയും വലിയ വെള്ളച്ചാട്ടമൊന്നും നേരിട്ട് ഇതുവരെ കാണാത്തത് കൊണ്ടാവാൻ ഞെട്ടിയത്. മനസ്സിലൊരു സന്തോഷവും ഒരു കോരിത്തെരിപ്പും എല്ലാം കൊണ്ട് വികാരങ്ങളുടെ ഒരു മിശ്രിതമായിരുന്നു. അതിലോട്ട് ഇറങ്ങുന്ന കാര്യമൊന്നും ചിന്തിക്കണ്ട. അവസാനത്തെ ഇറക്കമായിരിക്കും. വെള്ളം കൊണ്ടുപോകും, പാറക്കെട്ടുകളും എല്ലാം ഉണ്ട്. അല്ലാതെ തന്നെ കമ്പിവേലികളും സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകളും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കാൻ ആരെയും അവിടെ കണ്ടില്ല. ഇത്രയും വലിയ ഒഴുക്ക് കണ്ടിട്ടും അവിടെ നമ്മൾ കണ്ടൊരു ഫാമിലി, മലയാളികളാണ്, ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളോട് പരിതപിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞു കുട്ടിയൊക്കെ ഉണ്ട് അവർക്ക്. എന്ത് പറയാൻ, ഞാൻ ഉപദേശിക്കാനൊന്നും പോയില്ല. എന്നിട്ട് വേണം അവിടെ നിന്ന് വല്ലതും കേൾക്കാൻ. ഒന്ന് ചിരിച്ചു കാണിച്ചു. അതാകുമ്പോൾ നമുക്ക് സന്തോഷം, ആർക്കും സന്തോഷം. കോമൺ സെൻസ് ഉള്ള ഒരാളും ചിന്തിക്കില്ല അവിടെ ഇറങ്ങുന്ന കാര്യം. ആ സ്ഥലത്തുള്ള ഏറ്റവും അവസാനമുള്ള കമ്പിവേലിക്കടുത്ത് പോയി നിന്നാൽ തന്നെ വെള്ളം വീഴുന്ന ശക്തി കൊണ്ടുണ്ടായ തുള്ളികൾ മൂലം റെയിൻകോട്ട് അല്ലെങ്കിൽ കുട പിടിച്ചവിടെ നിൽക്കാൻ പറ്റും. അത് നല്ല കാറ്റും. എന്നാലും അതും ഒരു സന്തോഷമാണ്.
പ്രകൃതിയുടെ ചില അത്ഭുതങ്ങളുണ്ട്. അത് നമ്മൾ എത്ര വർണ്ണിച്ചാലും ഏത് ക്യാമറയിൽ പിടിച്ചാലും നേരിട്ട് കിട്ടുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അതിൻ്റെ അയലോകത്ത് ചിലപ്പോൾ വരില്ല. പ്രപഞ്ചമാകെ നമ്മുടെ മുന്നിലെന്ന് തോന്നിപ്പോകും ആ വെള്ളച്ചാട്ടം കാണുമ്പോൾ. കുറേ നേരത്തേക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. കുടകിൽ വന്നാൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് മല്ലള്ളി വാട്ടർഫാൾസ്. കുറേ പടികൾ ഇറങ്ങി കയറിയെങ്കിലും ആ കാഴ്ചയുടെ ഓർമ്മയിൽ നമ്മൾ ആ പ്രയാസങ്ങളൊക്കെ മറന്നു.